സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 18 തീയതി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ MSCയുടെ ജേഡ് സർവീസിൻ്റെ ഭാഗമായ അടുത്ത അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലായ MSC അപ്പോലൈൻ വിഴിഞ്ഞം പുറംകടലിൽ എത്തിയിട്ടുണ്ട്. 19 തീയതി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MSC അപ്പോലൈൻ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു കഴിഞ്ഞു. MSC അപ്പോലൈൻ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. തുറമുഖത്ത് ബർത്ത് ചെയ്തിരിക്കുന്ന ഷിന 5, ട്രേഡർ എന്നീ ഫീഡർ ഷിപ്പുകളുടെ ദൃശ്യങ്ങളാണിവ. 294 മീറ്റർ നീളവും 32.5 മീറ്റർ വീതിയുമുള്ള ഫീഡർ ഷിപ്പാണ് ഷിന 5. മീറ്റർ നീളവും 25.5 മീറ്റർ വീതിയുമുള്ള മറ്റൊരു ഫീഡർ ഷിപ്പാണ് ട്രേഡർ. പുറംകടലിൽ കിടക്കുന്ന അപ്പോലൈൻ എന്ന ULCSൽ കയറിപ്പോകാനുള്ള കണ്ടെയ്നറുകളായിരിക്കും ഈ കപ്പലിൽ വന്നിറങ്ങുന്നത്. മെയ് 2 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്കൻഡ് ഫേസിൻ്റെ പണി തുടങ്ങും എന്നാണ് നേരത്തെ തന്നെ അദാനി പറഞ്ഞിരുന്നത്. സ്പ്ലിറ്റ് ബാർജുകളോടൊപ്പം പുലിമുട്ടിനുള്ളിലുണ്ടായിരുന്ന ഡെക്ക് ബാർജ്, ഈ ഡെക്ക് ബാർജിനെ പുലിമുട്ടിന് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. തുറമുഖത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ ഫേസ് 2ൻ്റെ വർക്ക് ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ആ പണികൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ സ്പ്ലിറ്റ് ബാർജുകളും ഡെക്ക് ബാർജുമെല്ലാം പുലിമുട്ടിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. തുറമുഖത്തിൻ്റെ ഫേസ് 1ൻ്റെ നിർമ്മാണ ഘട്ടത്തിലും ഈ സ്പ്ലിറ്റ് ബാർജുകളും ഡെക്ക് ബാർജും ഒക്കെ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. പുലിമുട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന 2 SS സ്പ്ലിറ്റ് ബാർജുകളെയും ഇപ്പോൾ പുലിമുട്ടിന് വെളിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ സ്പ്ലിറ്റ് ബാർജുകളുടെ ദൃശ്യങ്ങളാണിവ. SS സ്പ്ലിറ്റ് ബാർജ് 6 മുംബൈയിൽ രജിസ്റ്റർ ചെയ്തതാണ്. അദാനിയുടെ തന്നെയാണ് ഈ സ്പ്ലിറ്റ് ബാർജ്. SS സ്പ്ലിറ്റ് ബാർജ് 6ൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളം കണ്ടോ? അത് ബല്ലാസ്റ്റ് വാട്ടർ ആവാനാണ് സാധ്യത. ബല്ലാസ്റ്റ് വാട്ടറും ബിൽജ് വാട്ടറും, ഇതിനെ രണ്ടിനെയും പറ്റി ഞാൻ വിശദമായി ഷിൻഹുവ സീരീസ് കപ്പലുകൾ ഇവിടെ വന്നപ്പോഴെടുത്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോകളൊന്ന് കാണുക. എങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചുരുക്കി പറയാം. ബല്ലാസ്റ്റ് വാട്ടർ ആവശ്യാനുസരണം കപ്പലിലോ അല്ലെങ്കിൽ വലിയ ബോട്ടുകളിലോ നിറയ്ക്കുന്ന വെള്ളമാണ്. കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നതിനും അതുപോലെ തന്നെ ലെവല് കറക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ കടൽ വെള്ളം കപ്പലിനുള്ളിലുള്ള ബല്ലാസ്റ്റ് ടാങ്കുകളിലേക്ക് നിറയ്ക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ ഈ ബല്ലാസ്റ്റ് വാട്ടറിനെ പമ്പ് ചെയ്ത് വെളിയിൽ കളയുകയും ചെയ്യും. പിന്നെ ബിൽജ് വാട്ടർ, അത് മഴവെള്ളവും മറ്റു ലീക്കേജ് വാട്ടറുമെല്ലാം കപ്പലിൻ്റെ അടിത്തട്ടിൽ വന്ന് അടിയുന്നതാണ്. അത് അപ്പോൾ തന്നെ പമ്പ് ചെയ്ത് വെളിയിൽ കളഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സ്പ്ലിറ്റ് ബാർജിൻ്റെ അടിഭാഗം 2 വശങ്ങളിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് തുറക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങളാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഈ ബാർജിൻ്റെ പിൻഭാഗത്ത് നോക്കുമ്പോൾ നടുക്ക് ഭാഗം വെച്ച് ഒരു സെപ്പറേഷൻ പോലെ, അതായത് ഈ മൊത്തത്തിൽ ഇത് 2 ഭാഗവും 2 സൈഡിലേക്ക് തുറക്കുമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അങ്ങനെ തുറക്കുമെങ്കിൽ ഈ ബ്രിഡ്ജ് പോലുള്ള ഭാഗവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം മറ്റൊരു ഹള്ളിന് പുറമേ ആയിരിക്കുമോ? അതായത് ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ഭാഗത്തിനകത്ത് മറ്റൊരു ഹള്ള് കാണുമോ എന്ന്. സ്പ്ലിറ്റ് ബാർജ് ആടി ഉലഞ്ഞ് കിടക്കുന്നത് കണ്ടോ? മുകളിൽ അദാനി എന്നെഴുതിയിരിക്കുന്നതും പിൻവശത്ത് ഒരു ക്രെയിനും കാണാം. SS സ്പ്ലിറ്റ് ബാർജ് 5 ആണിത്. നങ്കൂരമിട്ടിരിക്കുന്ന ചങ്ങല മുൻവശത്തു നിന്നും വെള്ളത്തിലേക്ക് പോയിരിക്കുന്നത് കണ്ടോ? മുകളിൽ ഒരാൾ കസേരയിട്ട് ഇരിക്കുന്നത് കാണാം.
സ്പ്ലിറ്റ് ബാർജ് 5-ൻ്റെ ബാക്കിലെ സ്പ്ലിറ്റ് ആയിരിക്കുന്ന ഭാഗം കാണാം. ടൂറിസ്റ്റുകളുമായി പോകുന്ന ഒരു സ്പീഡ് ബോട്ട്. നേരത്തെ കാണിച്ച ആ ഡെക്ക് ബാർജ്, അതിൽ ഈ ഫേസ് 1-ൻ്റെ പണി നടക്കുന്ന സമയത്ത് പലപ്പോഴും JCBയും പ്രൊക്ലൈനും അതിന് പുറമെ വലിയ ക്രെയിനുകൾ പോലും ഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്പ്ലിറ്റ് ബാർജ് ആടി ഉലയുന്നത് കണ്ടോ? സ്പ്ലിറ്റ് ബാർജിന് പിന്നിലെ പ്രത്യേക സംവിധാനങ്ങൾ കണ്ടോ? കോവളം ബീച്ചിലെ ആക്ടിവിറ്റീസിലൊന്നായ പാരാസെയിലിംഗ് ആണ് ഈ കാണുന്നത്. മറ്റൊരു ആക്ടിവിറ്റിയായ സ്പീഡ് ബോട്ടിംഗ് നേരത്തെ കണ്ടല്ലോ. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബോട്ടിൻ്റെ പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന പാരച്യൂട്ടിൽ തൂങ്ങിക്കിടന്ന് സെയിൽ ചെയ്യുക, അതാണ് പാരാസെയിലിംഗ്. തിരികെ ബോട്ടിലേക്ക് വന്ന് ഇറങ്ങിയത് കണ്ടോ? അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ് ഇവയൊക്കെ. അടുത്തയാൾ ഉയർത്തു പൊങ്ങാൻ തയ്യാറാകുന്നു. പാരച്യൂട്ട് ഉയർന്നു പൊങ്ങാൻ തുടങ്ങുന്നു. ആദ്യം 2-3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയതിന് ശേഷമേ പാരച്യൂട്ട് ഉയർന്നു പൊങ്ങാൻ അനുവദിക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഉയർന്നു പോകുന്നത് കണ്ടോ? അടിപൊളി. പാരാസെയിലിങ്ങിനും സ്പീഡ് ബോട്ടിങ്ങിനും പുറമെ കയാക്കിംഗ്, സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസും കോവളത്തുണ്ട്. മറ്റൊരു സ്പീഡ് ബോട്ട്. കോവളം ലൈറ്റ് ഹൗസ്, വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നും പറയും. ലൈറ്റ് ഹൗസിൽ കയറുന്നതിന് 25 രൂപയാണ് ഫീസ്. പാരാസെയിലിങ്ങിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണാം.